ഇപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. മാങ്ങ ഇട്ട് വയ്ക്കാൻ നല്ല പറ്റിയ മീനാണ്. ഇതായിട്ട് നിന്ന് മാങ്ങ ഇട്ട് വെച്ച് കളയാം. മീൻ മാങ്ങയിട്ട് പറ്റിക്കാനായിട്ട് മീൻ കണ്ടിച്ച് കഴുകിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് മാങ്ങ ഒരു ചെറിയ മാങ്ങ പൊളി വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ചതച്ച മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ. മാങ്ങ ഇട്ട് വയ്ക്കാൻ അത് മതി. ഒരു നുള്ള് ഉലുവാപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 കൊച്ചുള്ളി, 2 വലിയ പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ അരപ്പ് ഞാൻ മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങയെല്ലാം കൂടെ അതിൻ്റെ കൂടെ ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും ഒഴിച്ച് ബാക്കിയെല്ലാം അരച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മഷി പോലെ അരയത്തില്ല. ഇത് കുറച്ച് ചതച്ച പരുവമല്ല, കുറച്ച് മഷി പോലെ അരയത്തില്ലെന്നേ ഉള്ളൂ. കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ പരുവം. നമ്മൾ മാങ്ങ ഇട്ട് പറ്റിക്കുമ്പോൾ സാധാരണ എല്ലാവരും ഇവിടെ ഞങ്ങളിലൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മിക്സി ഇവിടെ കഴുകി ഒഴിക്കുക. ഇതിന് ഉപ്പ് ഞാൻ ഇതിലിട്ട് അരച്ചിട്ടുണ്ട്. ഇനി അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച കറിയിലേക്ക് നമ്മൾ ഈ മീനിട്ട് കൊടുക്കുകയാണ്. മീനിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ അങ്ങിട്ട് കൊടുക്കും. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി മീൻ എല്ലായിടവും മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാക്കിയിട്ട് വീണ്ടും അടച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി ഇവിടെ നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇളക്കുന്നില്ല. ഇനി ഒന്ന് മറിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കീറി വച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതുകൂടെ ഒന്ന് താത്തിട്ട് തീ കുറച്ച് വീണ്ടും അടച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കടുക് വറുക്കാം. കടുക് വറുക്കാനായി പാത്രം അടുപ്പത്തേക്ക് വെച്ച് വെളുത്തുള്ളി ഇട്ട്, ഇഞ്ചിയിട്ട്, മുളകിട്ട്, ഉള്ളിയിട്ട്, മുളകിട്ട് തീ ഓഫാക്കാം. കറിവേപ്പിലയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ള സാധനങ്ങളാണ് കടുക് വറുക്കാൻ ഇട്ടത്. കടുക് താളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് താളിച്ചിട്ടതിന് ശേഷം അടച്ചിട്ട് തീ ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതുപോലൊരു മീൻ നമ്മൾ തയ്യാറാക്കിയ മാങ്ങയിട്ട് പറ്റിച്ചെടുത്ത മീൻ കറിയാണ് ഇവിടെ ഒഴിക്കുന്നത്.